സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. നല്ലൊരു സമാധാനത്തോടെ കയ്യിലഞ്ച് പൈസയുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ്. പെട്ടെന്നൊരു അപകടം വരുമ്പോൾ, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ പോക്കറ്റിൽ അത്യാവശ്യത്തിനൊരു പൈസ ഉണ്ടാകുക എന്ന് പറയുന്നത് എത്ര വലിയ സന്തോഷകരമായ കാര്യമാണ് അല്ലേ. നമ്മളെ 7 കാര്യങ്ങൾ ഞാനീ പറയുന്നത് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാണ്. എന്തെല്ലാം വിഷമതകൾ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾക്കുണ്ടോ അതൊക്കെ റബ്ബുൽ ആലമീൻ മാറ്റിത്തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, എത്ര ആളുകളാണല്ലേ സാമ്പത്തികപരമായ കുടുക്കുകളിൽ പെട്ടിട്ട് ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ നീക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാലോ. 7 കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അള്ളാഹു സമ്പത്ത് തരും. എത്ര വലിയ കടക്കെണിയിലാണ് നിങ്ങളെങ്കിലും അള്ളാഹു നിങ്ങളെ കൈപിടിക്കും. മാത്രമല്ല ടെൻഷനില്ലാത്ത സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കാൻ കഴിയും. അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയണത്. ഒരുപാട് പൈസ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്, ടെൻഷനാണ്, എന്ത് ഗുണമാണ്, എന്ത് സാമ്പത്തിക അഭിവൃദ്ധി അവനുള്ളത്? ഇല്ലല്ല. അപ്പോൾ നമുക്ക് സമാധാനമുള്ള അള്ളാഹനെ മറക്കാത്ത ഐശ്വര്യം പടച്ചോൻ തരാൻ 7 കാര്യങ്ങൾ പതിവാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പ്രകടമാക്കൽ തന്നെയാണ്. എനിക്കല്ല കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഞാനതൊന്നും പ്രകടമാക്കൂല, ഞാനതിങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. അങ്ങനെയുള്ള മൈൻഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതായത് എനിക്ക് അള്ളാഹു ഒരു റാഡോ വാച്ച് ധരിക്കാൻ തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ റാഡോ വാച്ച് വാങ്ങി ധരിക്കണം. വാഹനം വാങ്ങാൻ തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാഹനം വാങ്ങി യാത്ര ചെയ്യണം. പടച്ചോ നല്ല വസ്ത്രം ധരിക്കാൻ തൗഫീക്ക് തന്നിട്ടും കീറിപ്പറഞ്ഞ ഡ്രസ്സ് ഇട്ട് കിടക്കുന്ന മനുഷ്യന്മാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഏറെ ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അത് പ്രകടമാക്കൽ റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകാനും പാടില്ല കേട്ടോ. അതായത് എനിക്ക് ഇപ്പോൾ കാറും വലിയ ഇതൊക്കെ ഉണ്ട്, അവർക്കൊന്നൊന്നുമില്ല, ഈ ഒരു മൈൻഡ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ പാടില്ല കേട്ടോ. ഈ ഒരു ചിന്താഗതി ഇല്ലാതെ അള്ളാഹ് തന്ന നിഅമത്തിനെ ഏറെ മനോഹരമായി പ്രകടിപ്പിക്കുന്ന മനുഷ്യരെ അള്ളാഹു നിങ്ങൾക്ക് അഭിവൃദ്ധി തരും. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. നന്ദിയോടുകൂടെ ആയിരിക്കണം. ഓരോ അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിലുള്ളൂ, വേറെ എന്താ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതം തന്നെ അവൻ്റെ അനുഗ്രഹമല്ലേ. ഓരോന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന ബോധ്യത്തിൽ അത് പ്രകടമാക്കുന്നവരായി മാറണം. രണ്ടാമത്തേത്, അള്ളാഹു റബ്ബുൽ ആലമീൻ ദാരിദ്ര്യം തന്നാൽ ചിലപ്പോൾ പടച്ചോൻ ദാരിദ്ര്യമൊക്കെ തന്ന് പരീക്ഷിക്കും, സാമ്പത്തികമായ ടൈറ്റ് എന്ന് പരീക്ഷിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ അത് പ്രകടമാക്കുന്നവരായി നമ്മൾ മാറാനും പാടില്ല. അത് പ്രകടമാക്കരുത്. ചില ആളുകളുണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു രക്ഷയില്ല, ആകടങ്ങേറാണ്, ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്, ദരിദ്രമാണ്, ഇങ്ങനെ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തനവും പ്രകടനപരതയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരാളുകളുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. ചില ആളുകൾ ദാരിദ്ര്യം വല്ലാതെ ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ താജ് ഫൗണ്ടേഷൻ്റെ കീഴിൽ ചിലപ്പോൾ കിറ്റുകൾ കൊടുക്കാൻ പോകും. നമ്മൾ റസാ ബ്ലോഗ്സിൻ്റെ കീഴിൽ റമദാനിൽ അൽഹംദുലില്ലാ കഴിഞ്ഞ തവണ വലിയ പദ്ധതികളൊക്കെ നടപ്പാക്കിയിരുന്നു, ഒരുപാട് റിലീഫ് കിറ്റുകളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ റിലീഫ് കിറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഉസ്താദേ അടുത്ത കൊല്ലം ഞങ്ങൾ ഓർക്കണോട്ടാ, ഞങ്ങൾക്ക് തന്നെ തന്നോട്ട് അടുത്ത കൊല്ലം. ഇത് അവർ പറയുന്നത് അവരുടെ സങ്കടം കൊണ്ടാണെങ്കിലും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം എനിക്ക് തോന്നി. പടച്ചോനെ, അടുത്ത കൊല്ലം എനിക്ക് ഉസ്താദ് വീണ്ടും തരണം, റിലീഫ് കിറ്റ് തരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സക്കാത്ത് എനിക്ക് എന്നെ തരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനന്നും ദരിദ്രനായി കിടക്കണം എന്ന് തന്നെയാണ് അല്ലേ? ദരിദ്രനല്ലേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം പടച്ചോനെ എനിക്ക് അടുത്ത കൊല്ലം സക്കാത്തിൻ്റെ കിറ്റ് കിട്ടണേ, അല്ലെങ്കിൽ എനിക്ക് റിലീഫ് കിറ്റ് കിട്ടണേ, ഒന്നൊരാളിങ്ങനെ നിരന്തരം ദ്വാരുന്ന അതിൻ്റെ അർത്ഥം എന്താ? പടച്ചോനെ അടുത്ത കൊല്ലം നീ എന്നെ ദരിദ്രനാക്കണേ അല്ല എന്നാണ്. മറിച്ചവൻ എന്താ ആഗ്രഹിക്കണം? അടുത്ത കൊല്ലം, ഇക്കൊല്ലം ഞാൻ സക്കാത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് സക്കാത്ത് കൊടുക്കാൻ തൗഫീക്ക് തരണേ അല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ചിലപ്പോഴൊക്കെ ദാരിദ്ര്യം നിന്ന് പരീക്ഷിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത്തരം ദാരിദ്ര്യമൊക്കെ പലപ്പോഴും നമുക്ക് താങ്ങാൻ കഴിയില്ല അല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ പടച്ചോനെ നിന്നെ മറക്കാത്ത ഐശ്വര്യം നീ ഞങ്ങൾക്ക് എപ്പോഴും തരണേ അല്ല. അപ്പോൾ എങ്ങാനും ഒരു സാമ്പത്തിക ഒരു ഷോർട്ടേജ് വന്നാൽ അത് പ്രകടമാക്കി, അത് പരസ്യമാക്കി അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തേത്, അള്ളാഹു റബ്ബുൽ ആലമീൻ തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയലാണ്. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയാം. പരിശുദ്ധ ഖുർആനിലൊരു അധ്യായം ഉണ്ടല്ലോ, സൂറത്തുൽ ദുഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ
والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. എന്താ അല്ലാഹ് പറഞ്ഞത്? മുത്തുനബിയെ, അങ്ങൊരു അനാഥ ബാല്യം പോലെ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ അള്ളാഹ് അങ്ങയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ അങ്ങ് എടുത്തു പറയണേ നബിയേ. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് അവൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറയൽ. അത് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു നോക്കി, അതിന് ഭയങ്കര വിലയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഹംദ് തെറാപ്പിയെക്കുറിച്ച്. ഇസ്ലാമിക് സൈക്കോളജിയിലെ ഒരു തെറാപ്പിയാണ്. ഡെയിലി ഒരു 11 നമ്മുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതുക, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുക. എന്നിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഒരിക്കൽ മദീന പള്ളിയിൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരുന്ന് മുത്തുനബിയുടെ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ മറ്റുള്ള നബിമാരുടെയൊക്കെ മദ്ഹ് ഇങ്ങനെ മൗലിദ് ഇങ്ങനെ സ്വഹാബത്ത് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൂസ കലീമുള്ള, ഈസ റൂഹുള്ള, അങ്ങനെ ഓരോ നബിമാരെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വരുന്നത്. സ്വഹാബ, എന്നെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? ഞാൻ ആരാണെന്നറിയോ? അന സയ്യിദു വുൽദി ആദം. ആദം മക്കളുടെ മുഴുവൻ നേതാവ് ഞാനാണ്. ആദം മക്കൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സമീപിക്കേണ്ട നേതാവ് ഞാനാണ് സ്വർഗത്തിൻ്റെ ആ ഒരു വട്ടക്കണ്ണി ആദ്യം പിടിക്കുന്നത് ഞാനാണ്. സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത് ഞാനാണ്. എന്നിട്ട് പറയുന്നുണ്ട് വല ഫഖ്റ, ഇത് ഞാൻ അഹങ്കാരം പറയല്ല, അള്ളാഹ് എനിക്ക് ചെയ്ത നിഅമത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴുമില്ലേ കുറേ ആളുകൾ എന്താ വിശേഷം എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം ഉസ്താദ്, എന്തോ പറയാനാണ്, തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോകണ്. എടോ, അള്ളാഹ് ചെയ്തതല്ലാത്ത നിഅമത്ത് എന്തെങ്കിലും നീ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം റബ്ബിൻ്റെ നിഅമത്തല്ലേ. അൽഹംദുലില്ലാ, സന്തോഷമാണ് എന്ന് നീ പറഞ്ഞു നോക്കില്ല. അസീദന്നക്കും, നിനക്ക് അള്ളാഹ് വർദ്ധിപ്പിച്ച് തരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ഏത് ഷോർട്ടേജിലിരിക്കുമ്പോഴും ഏത് പ്രശ്നത്തിലിരിക്കുമ്പോഴും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള തൗഫീക്ക് കിട്ടൽ വലിയ കാര്യം തന്നെയാണ്. നമ്മൾ പഠിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പഠിച്ചു അല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞു തന്നത്? റബ്ബ് എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. നീ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല. ചിലർ പറയാറുണ്ട് ഉസ്താദേ വിസ കിട്ടിയിട്ടില്ല, എത്ര നാൾ ഞാൻ കണ്ട ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ടും കിട്ടിയില്ല. നിനക്ക് വിസ ഇപ്പോൾ ലഭിക്കാത്തതാണ് ഗുണമെന്ന് നിന്നെക്കാൾ അറിയുന്ന റബ്ബുൽ ആലമീൻ ഉണ്ട് അവിടെ. നീ ചിലപ്പോൾ ആ ചൊല്ലിയ ദിക്റ് കൊണ്ടായിരിക്കും പഠിച്ചോ നിനക്ക് വിസ തരാത്തത്. കാരണം ഇപ്പോൾ വിസ കിട്ടിയാൽ നീ ഇപ്പോൾ പോയാൽ എന്തോ ഒരു അപകടം നിനക്ക് കാത്തിരിപ്പുണ്ട്. ഇതാർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അതൊക്കെ തട്ടിപ്പോയത് നീ ദിക്റ് ചൊല്ലിയതുകൊണ്ടാണ്. അള്ളാൻ്റെ കാരുണ്യം നിനക്ക് കിട്ടിയത് ഈ ദിക്റുകൾ ചൊല്ലിയതുകൊണ്ടാണ്. അപ്പോൾ റബ്ബ് എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, നിനക്ക് ഗുണം എന്താണോ അത് തരുന്നവനാണ്. ചിലപ്പോൾ അപകടമായിരിക്കും നിനക്ക് ഗുണം, അള്ളാഹ് അപകടം തരും. അൽഹംദുലില്ലാ പറഞ്ഞോളണം. ഏത് ഘട്ടത്തിലും അള്ളാഹു തന്നതിന് എടുത്തു പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയുന്ന മനുഷ്യനാണോ നിനക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഉറപ്പാണ്. 4-മത്തേത് മാതാപിതാക്കൾക്ക് വേണ്ടി പൈസ ചിലവാക്കുക. വാപ്പാനും ഉമ്മാനും നോക്കൽ നിർബന്ധമാണ്. ഇതല്ല, അവരുടെ കൊച്ചു വെച്ച ആഗ്രഹങ്ങൾ. ഇടയ്ക്ക് അവരുമായിട്ടൊന്നൊരു ട്രിപ്പ് പോവുക. അപ്പോൾ കെട്ടികൾ എടി നമുക്കൊരു ട്രിപ്പ് പോയാലോ? പോവാ ഉമ്മച്ചിനെ വിളിക്ക്. എന്തിനകത്തുള്ളതിനെ കൊണ്ട് പോകണത്, നമുക്കൊരു വിഷു പോയാൽ മതി കാക്ക. അങ്ങനെ ആകാൻ പാടില്ല. ഭർത്താവ് ട്രിപ്പ് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയാം അങ്ങോട്ട് ഉമ്മച്ചീനെ കൊണ്ടായാലോ നമുക്ക്. എപ്പോഴും ഉമ്മമാർ വേണമെന്നല്ല കേട്ടോ. അങ്ങനെ ചില ഉമ്മമാരുണ്ട്, മോനും മോളും എവിടെയും പോകാൻ പാടില്ല, മോനും മരുമോളും എപ്പോഴും ഞാൻ കൂടെ വേണം. അങ്ങനെ ആകാൻ പാടില്ല. അവർ ഭാര്യയും ഭർത്താവാണ്, അവർ ഇത്തിരി ആസ്വദിക്കട്ടെ, ഇടക്കുമ്മാനൊക്കെ ആയിട്ട് പോകണം. ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭർത്താവിൻ്റെ ഉമ്മാനിപ്പോൾ തടഞ്ഞു വെക്കണില്ലേ ഇല്ലേ? എവിടെയെങ്കിലുമൊക്കെ ഭർത്താവ് വല്ലപ്പോഴും ഒക്കെ ഉമ്മാനെ വിളിക്കുമ്പോൾ മുഖം ഇങ്ങനെ ആയി പോകാറില്ലേ? ഇത് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. എഴുതി വെച്ച് ഇപ്പം തന്നെ വേണമെങ്കിൽ നോട്ട് ചെയ്തു. നിങ്ങളങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. അപ്പോഴൊക്കെ ഉമ്മമാരെ സഹായിച്ചാൽ, അവരുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ ഭാഗവാക്കായാൽ, അവർക്ക് വേണ്ട സന്തോഷത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ലൈഫിൽ അള്ളാഹു സന്തോഷം തരും. മനസ്സിലായോ? അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അവർക്ക് വേണ്ടത് എന്താണോ സാധാരണ നോക്കുന്നതിനേക്കാൾ ഇത് കൂടെ ഒന്ന് പരിഗണിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ വല്ലാതെ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നാണ്. ഇനി 5-മത്തേത് ദാനധർമ്മമാണ്. ദാനധർമ്മം ഒരിക്കലും ദാനധർമ്മം സമ്പത്ത് കുറയ്ക്കില്ല, അത് ധാരാളം നമുക്ക് വർദ്ധിപ്പിച്ച് തരും. ഞാൻ
പോക്കറ്റിലിങ്ങനെ പൈസ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ ശൈത്താൻ മനസ്സിൽ തോന്നിപ്പിക്കും, ഇപ്പോൾ ഈ പൈസ കളയണം, നമുക്ക് അത്യാവശ്യത്തിനുള്ളതാണ്, ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ തോന്നിപ്പിച്ചിട്ട് അത് അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ പിശാചിൻ്റെ കണിയിൽ പെട്ടുപോയി അവൻ പിന്നെ സന്തോഷം അനുഭവിക്കൂല. എന്നാൽ തനിക്കില്ലാത്ത സമയത്ത് മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ, മറ്റൊരാളുടെ പ്രയാസം നീങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മനുഷ്യരുണ്ടല്ലോ അല്ലേ, അവർക്ക് അള്ളാഹു സാമ്പത്തിക അഭിവൃദ്ധി കൊടുക്കും. 1 പകരം 10, ചിലപ്പോൾ ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു കൊടുക്കും. അത് പടച്ചവൻ്റെ ഹബീബിൻ്റെ വാഗ്ദത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാമത്തേത് ളുഹാ നിസ്കരിക്കൽ തന്നെയാണ്. ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. ഞാനൊക്കെ എത്ര നാൾ ളുഹാ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഉഴപ്പാണ്, അല്ലാതൊക്കെ പഠിപ്പിച്ച മുത്തുനബിയുടെ ഉഴപ്പാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ചിലർ പറയപ്പോൾ റസൂലുള്ള ഫക്കീറായിരുന്നില്ലേ ഉസ്താദെ, റസൂലുള്ള ഫക്കീറാകാൻ ദുആയിരുന്നിട്ടില്ലേ? അതൊക്കെ നിങ്ങളുടെ അബദ്ധധാരണയാണ്. എൻ്റെ മുത്തുനബി ഫക്കീറായിരുന്നില്ല. അവിടുന്ന് ദുആയിരുന്നത് മിസ്കീനാകണേ എന്നാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മിസ്കീന്മാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെട്ട നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിസ്കീനും ഫക്കീറും തമ്മിൽ അന്തരമുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ ചിലവ് കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുന്ന മനുഷ്യനാണ് ആര്? മിസ്കീൻ. അവനത് അന്നന്നത്തേക്കുള്ളത് പണിയെടുത്തവന് കിട്ടുന്നുണ്ട്, അതാണ് മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതല്ല, അന്നന്നത്തേക്കുള്ളത് പോലും കയ്യിലില്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരും, അങ്ങനെയുള്ളവരാണ് ഫക്കീർ. ഫക്കർ വരാൻ പാടില്ല. ഫക്കർ വന്നാൽ ഇമാം വരെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് എന്നെ മിസ്കീനാക്കണേ അല്ലാഹ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ളുഹാ നിസ്കാരം. അതൊരു ഒരുപാട് സ്വതക്കകളുടെ 300-ൽ പരം സ്വതക്കകളുടെ സ്ഥാനത്ത് അത് നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ദാരിദ്ര്യം മാറാൻ വേണ്ടി നിസ്കരിക്കരുത്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാം. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദാരിദ്ര്യം മാറ്റിത്തരും. 7-ാമത്തേത് ദരിദ്രരെ പരിഹസിക്കാതിരിക്കലാണ്. പാവപ്പെട്ടവനെ കാണുമ്പോൾ ഒരു അവജ്ഞ. നിനക്കൊക്കെ പണ്ട് പഠിക്കണം ഇത് പഠിച്ചു കിടന്നായിരുന്നെങ്കിൽ ഇപ്പം എന്നെ പോലെ ആകായിരുന്നു, ഇപ്പം ഇങ്ങനെ നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നേരം വെളുക്കുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പാവപ്പെട്ടവൻ നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷ അയച്ചു വരികയാണെങ്കിൽ നേരം വെളുത്തുള്ളൂ എവിടെ നിന്നൊക്കെ എണീറ്റ് വന്നാവത് പണ്ടാരം പിടിക്കാനായിട്ട്. ഈ ഒരു സംസാരം ഉണ്ടല്ലോ, നിനക്കുള്ളതിൽ നിന്നുള്ള നിന്നെ താഴേക്ക് വലിച്ചെറിയും. അള്ളാഹ്ക്ക് എത്ര സെക്കൻഡ് വേണം? 1 നിമിഷം വേണോ? ഖാറൂൻ മുതലാളിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവൻ്റെ ഖജാനയുടെ താക്കോല് കൊണ്ടുപോകാനായിട്ട് ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്നു എന്നാണ്. ഒരു സെക്കൻഡ് വേണ്ടി വന്നു ഭൂമിയുടെ അടിയിലേക്ക്. ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ വീടും മുഴുവൻ സ്വത്തും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. ഖുർആനിൽ ഇത് പറയണത്. അപ്പോൾ നമ്മുടെ അഹങ്കാരം ഒരിക്കലും നമ്മളിൽ നിന്ന് പ്രകടമാകാൻ പാടില്ല. അഹങ്കരിക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അള്ള തന്നതാണ്. നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് എന്താ ഉള്ളത്? നമ്മളോട് പടച്ചവൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പറയുന്നത് ഞാൻ തന്നതിൽ നിന്ന് കൊടുക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് പറയാൻ ഒന്നുമില്ല. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമൊന്നുമല്ല നമ്മൾ തിന്നുന്നത്, അള്ള തന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ലൈഫ് ഇന്ന് മുതലൊന്ന് ചിട്ടപ്പെടുത്തി നോക്കിയേ, ഉറപ്പാണ്, 100% ഉറപ്പാണ്, നിങ്ങൾക്ക് സമ്പന്നത അള്ളാഹു തരും. അവനെ മറക്കാത്ത സാമ്പത്തിക അഭിവൃദ്ധി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.